ഹെഡ്ജ് ഗ്രൂപ്പിൽ നിന്ന് ഇനി വായ്പയും. ഹെഡ്ജ് ഫിനാൻസിന് NBFC-ആയി പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചു. ഓഹരി, കടപ്പത്രങ്ങൾ തുടങ്ങിയ സെക്യൂരിറ്റികളുടെ ഈടിലാണ് വായ്പ നൽകുക. കേരളത്തിലെ പ്രമുഖ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ സ്വർണ്ണപ്പണയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ സെക്യൂരിറ്റി പണയത്തിലാണ് ഹെഡ്ജിന്റെ കണ്ണ്. ധനകാര്യ ബിസിനസ് രംഗത്തെ അനുഭവ സമ്പത്തിനു പുറമെ ഈ മേഖലയിലെ അനന്ത സാധ്യതകളും മുതലെടുത്ത് വിജയക്കുതിപ്പിനൊരുങ്ങുകയാണ് ഹെഡ്ജ്. You will be opening a lot of options. ആ ബോക്സ് തുറക്കാൻ പോവാണെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി മേ ബി ഇറ്റ്സ് ജസ്റ്റ് എ ടൈം ലിമിറ്റ്. 1 year, 2 year ആയിരിക്കില്ല, മേ ബി 5 years or something. That will open up and we are going to get into that segment. സെക്യൂരിറ്റീസ് നിക്ഷേപ രംഗത്ത് 35,000-ലധികം ഇടപാടുകാരുള്ളതാണ് കമ്പനിയുടെ ബലം. കേരളത്തിനകത്തും പുറത്തുമുള്ള 150ഓളം ബ്രാഞ്ചുകൾക്ക് പുറമെ 10 പുതിയ ഔട്ട്ലെറ്റുകളിലൂടെയും വായ്പ ലഭ്യമാക്കാനാണ് പദ്ധതി. പരമ്പരാഗത ബാങ്കുകൾ കടന്നു ചെല്ലാൻ മടിക്കുന്ന ഒട്ടേറെ മേഖലകളിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കിടയിൽ പുതുവഴി തേടുകയാണ് ഹെഡ്ജ് ഫിനാൻസ്. മനോരമ ന്യൂസ്, കൊച്ചി.